സൗദിയിൽ മാസപ്പിറവ് ദൃശ്യമായതോടെ ഒമാൻ ഒഴികെ ഗൾഫ് രാജ്യങ്ങളിൽ നാളെ റമലാന് തുടക്കമാകും. ഒമാനിൽ വ്യാഴാഴ്ചയാണ് റമലാന് തുടക്കമാവുകയെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. മക്ക, മദീന ഉൾപ്പെടെ വൻ തിരക്കിലേക്ക് നീങ്ങിയാണ്. ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥനകൾക്കും തുടക്കമാകും. അഫ്താബുണ്ട് വിവരങ്ങൾ നൽകാനായി. അഫ്താബ്, നാളെ മുതൽ വ്രതാരംഭത്തിന് തുടക്കമാവുകയാണ്. ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? മാസപ്പിറവി ദൃശ്യമാകില്ലെന്ന പ്രവചനങ്ങൾ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇന്ന് വൈകിട്ട് 5:50 സൗദി അറേബ്യയിലെ തുമൈറിനടുത്ത് മാസപ്പിറവി ദൃശ്യമായത്. നിരവധി ഗോളശാസ്ത്രജ്ഞരുടെ അറിയിപ്പ് മാസപ്പിറവി ദൃശ്യമാകില്ല എന്നായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു തുമൈറിലെ കാഴ്ച. ഏതാണ്ട് അല്പസമയം ഈ മാസപ്പിറവി നീണ്ടുനിന്നു. ഇതിന് പിന്നാലെ നാളെ റമലാൻ 1 പ്രഖ്യാപനം വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ നാളെ റമലാൻ 1 കണക്കുകൂട്ടും. നാളെ മുതൽ വിശ്വാസികൾ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുക കൂടിയാണ്. അതേസമയം ഒമാനിൽ വ്യാഴാഴ്ചയായിരിക്കും വ്രതാരംഭം എന്ന് നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതായത് കേരളത്തിനൊപ്പമായിരിക്കും ഒമാന്റെയും നോമ്പ് ദിനങ്ങൾ മുന്നോട്ട് പോവുക. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ വളരെ പ്രധാനപ്പെട്ട 2 പുണ്യകേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്, മക്കയും മദീനയും. അവിടേക്ക് ഏറ്റവും തിരക്കേറുന്ന സമയം കൂടിയായിരിക്കും റമലാൻ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പ്രവാചകന് അവതരിച്ച ഒരു മാസം കൂടിയാണ് റമലാൻ. ആ നിലക്ക് ഏറെ പ്രാധാന്യം അതിനുണ്ട്. മാത്രവുമല്ല, വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കും നമസ്കാരങ്ങൾക്കും ഒപ്പം തന്നെ വിശുദ്ധ ഖുർആനിലേക്ക് കൂടുതലായി മടങ്ങുന്ന ഒരു സമയം കൂടിയാണ് റമലാൻ. വിശ്വാസികൾ ഒരു ആവർത്തിയെങ്കിലും വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും വായിച്ചു തീർക്കുന്ന ഒരു സമയം കൂടിയാണ് റമലാൻ. ആ നിലക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ ആത്മീയമായി സംസ്കരിക്കുന്ന ഒരു മാസമാണിത്. ആ 30 ദിനങ്ങളിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. റമലാന്റെ 30 ദിനങ്ങളെയും 3 ഭാഗമാക്കി തിരിച്ചുകൊണ്ടാണ് ഇസ്ലാം അതിൻ്റെ മഹത്വം വർണ്ണിക്കുന്നത്. ആ നിലക്ക് റമലാന്റെ പുണ്യങ്ങൾ ഓരോന്നും നേടുവാനുള്ള തിരക്കിലേക്ക് നീങ്ങുകയാണ് വിശ്വാസികൾ. ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ പള്ളികളിൽ രാത്രികളിൽ പ്രത്യേക പ്രാർത്ഥനയുണ്ടാകും. വിശ്വാസികൾക്കുള്ള 5 നമസ്കാരങ്ങൾക്ക് പുറമെ പ്രത്യേകമായ തറാവീഹ് നമസ്കാരങ്ങൾ പള്ളികളിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മക്ക, മദീന ഹറമുകളിൽ റമലാന്റെ അവസാനത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് പുലർക്കാല യാമം വരെ നീളുന്ന ദീർഘമായ നമസ്കാരങ്ങൾ ഉണ്ടാകും. ഈ തരത്തിൽ വിശ്വാസികൾ പകൽ സമയം മുഴുവൻ വ്രതമെടുത്തുകൊണ്ടും, അതായത് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അന്നപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും രാത്രിയിൽ പൂർണ്ണമായും ധ്യാനത്തോടെ ദൈവത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന 30 ദിനരാത്രങ്ങളാണ് നാളെ ആരംഭിക്കാനിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ വിശ്വാസികൾ അവരുടെ ജീവിതവും മനസ്സും ആത്മാവുമെല്ലാം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് ഈ 30 ദിനങ്ങളിൽ പ്രവേശിക്കുക. ആ നിലക്ക് റമദാൻ എന്ന ഒരു ആത്മീയ ആഘോഷത്തെ ഏറ്റുവാങ്ങാനുള്ള തിരക്കിലാണ് സൗദി അറേബ്യയും. തെരുവുകൾ ഓരോന്നും സമാനമായ രീതിയിൽ തന്നെ അലങ്കരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങളും ഒപ്പം തന്നെ ചിഹ്നങ്ങളുമെല്ലാം തന്നെ ആലേഖനം ചെയ്തുകൊണ്ടുള്ള ദൃശ്യങ്ങൾ രാജ്യത്തുടനീളം പ്രകടമാണ്. ഇത് വിശ്വാസികൾ പകലുടനീളം ഈ വ്രതാനുഷ്ഠാന സമയങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ അവർ പ്രാർത്ഥനകളിലേക്ക് തിരിയും. മക്ക, മദീനയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഒഴുകിയെത്തുന്ന ഒരു സമയം കൂടിയാണ് റമലാൻ. എന്ന് മാത്രമല്ല, ഒരു വർഷത്തിനിടയിൽ ഹജ്ജിനേക്കാളേറെ ഒരു വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മക്ക, മദീന ഹറമിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയാണ് പുണ്യ റമലാൻ. എന്ന് വെച്ചാൽ 2 ഹറമിലുമായി റമലാന്റെ അവസാന 10 ദിനങ്ങളിലേക്കെല്ലാം അടുക്കുമ്പോൾ ഏതാണ്ട് 2 ഹറമിലുമായി 30 ലക്ഷത്തിലേറെ വിശ്വാസികൾ എത്താറുണ്ടെന്നാണ് കണക്ക്. ആ നിലക്ക് വിശ്വാസി സമൂഹത്തെ സ്വീകരിക്കാൻ രാജ്യത്തെ ഹോട്ടലുകളും ഒപ്പം തന്നെ താമസ കേന്ദ്രങ്ങളും ഹറമുകളും എല്ലാം തന്നെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസികൾ ഓരോരുത്തരും അവരവരുടെ ആത്മീയ വഴിയിലേക്ക് തിരിയുന്ന ഈ പുണ്യമാസത്തിൽ അവിടേക്ക് മക്ക, മദീനയിലേക്ക് നീളുന്ന പാതകളെല്ലാം തന്നെ അവർക്ക് സഞ്ചരിക്കാൻ പാകത്തിൽ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കൂടുതൽ മികച്ചതാക്കിയിട്ടുണ്ട്. ഈ തരത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുണ്യമാസത്തെ വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. ഇതിന് പുറമെ ഏതാണ്ട് 1000കണക്കിന് വരുന്ന പള്ളികൾ സമാനമായ രീതിയിൽ തന്നെ വിശ്വാസികളെ രാത്രിയിൽ ഉൾപ്പെടെ സ്വീകരിക്കുവാൻ വേണ്ടി അതിൻ്റെ ഉൾഭാഗമെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ വിശ്വാസികൾ പള്ളികളിലേക്ക് കൂടുതൽ മടങ്ങുന്ന, വിശുദ്ധ ഖുർആനിലേക്ക് കൂടുതൽ മടങ്ങുന്ന, പാപമോചനത്തിലേക്കും ഒപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള ശുദ്ധിയിലേക്കും കൂടുതൽ മടങ്ങുന്ന ഒരു മാസം കൂടിയാണ് റമലാൻ. ആ നിലക്ക് റമലാൻ ഗൾഫ് രാജ്യങ്ങളിൽ നാളെ ആരംഭിക്കുകയാണ്. ഒമാനിൽ വ്യാഴാഴ്ചയാണ് ആരംഭിക്കുന്നത്. ഇനിയുള്ള 30 ദിനരാത്രങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ആഘോഷത്തിൻ്റെതാണ്. അവർ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുന്നതാണ്. ഈ തരത്തിലാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികൾ ഗൾഫ് രാജ്യങ്ങളിൽ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. അഫ്താബാണ് വിവരങ്ങൾ നൽകിയത്.